ഒരു ജീവിയുടെ ശരീരത്തിലെ കോശങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ച് ജീനുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനും അതുപോലെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിനുമുള്ള സംവിധാനമാണ് ജീൻ റെഗുലേഷൻ എന്നറിയപ്പെടുന്നത്. ജീൻ റെഗുലേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +2 ബയോളജിയിലെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ പാഠഭാഗമാണിത്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ജീൻ എക്സ്പ്രഷനും അവയുടെ റെഗുലേഷനും വിവിധ തലങ്ങളിൽ നടക്കുന്ന വിശാലമായ ഒരു പ്രക്രിയയാണ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിൽ ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യപ്പെടുന്നത് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇനീഷിയേഷൻ ഫേസിൽ വെച്ചാണ്. അതേസമയം യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിൽ 4 ലെവൽസിലായാണ് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് വൺ ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, സെക്കൻഡ് വൺ mRNA പ്രോസസ്സിംഗ് ലെവൽ, തേർഡ് വൺ ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം ആൻഡ് ഫോർത്ത് വൺ ട്രാൻസ്ലേഷണൽ ലെവൽ. ഈ 4 ലെവലുകളിലായാണ് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിൽ ജീൻ റെഗുലേഷൻ നിയന്ത്രിക്കപ്പെടുന്നത്. ജീൻ എക്സ്പ്രഷൻ ഇൻ പ്രോകാരിയോട്സ്. ബാക്ടീരിയകളിൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ഓപ്പറോൺ സിസ്റ്റം വഴിയാണ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിൽ കാണപ്പെടുന്ന ജീൻ എക്സ്പ്രഷൻ റെഗുലേഷൻ ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്തത് ജേക്കബ് ആൻഡ് മൊണോഡ് എന്നീ 2 സയൻറ്റിസ്റ്റുകളാണ്. ഇക്കോളൈ ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന ലാക് ഓപ്പറോൺ മോഡലാണ് ഇവർ ആദ്യമായി വിശദീകരിച്ചത്. അടുത്തതായി നമുക്ക് ഒരു ഓപ്പറോൺ എന്താണെന്ന് നോക്കാം. ഒരു ജീവിയുടെ ജെനറ്റിക് മെറ്റീരിയലിൻ്റെ ഭാഗമാണ് ഓപ്പറോൺ എന്ന് പറയുന്നത്. ഒരു മെറ്റബോളിക് പാത്വേ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ജീനുകളും ചേർന്നാണ് ഓപ്പറോൺ ഫോം ചെയ്യുന്നത്. ഒരു സിംഗിൾ യൂണിറ്റായിട്ടാണ് ഒരു ഓപ്പറോൺ പ്രവർത്തിക്കുന്നത്. വിവിധ തരം ഓപ്പറോണുകൾക്ക് ഉദാഹരണങ്ങളാണ് ലാക് ഓപ്പറോൺ, വാലിൻ ഓപ്പറോൺ, ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ, ഹിസ്റ്റിഡിൻ ഓപ്പറോൺ എന്നിവ. ഒരു ഓപ്പറോണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്ട്രക്ചറൽ ജീൻ. പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ mRNA ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് ഈ സ്ട്രക്ചറൽ ജീനുകളിൽ നിന്നാണ്. പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ ഇൻഫർമേഷൻ അടങ്ങിയ ജീനുകളാണ് സ്ട്രക്ചറൽ ജീൻസ്. സെക്കൻഡ് വൺ പ്രൊമോട്ടർ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയ ആരംഭിക്കുന്നതിനായി RNA പോളിമറേസ് എൻസൈം ബൈൻഡ് ചെയ്യുന്ന സീക്വൻസിനെയാണ് പ്രൊമോട്ടർ റീജിയൻ എന്ന് വിളിക്കുന്നത്. തേർഡ് വൺ ഓപ്പറേറ്റർ. പ്രൊമോട്ടർ സീക്വൻസിന് തൊട്ടടുത്തായി കാണപ്പെടുന്ന DNA സീക്വൻസാണ് ഓപ്പറേറ്റർ. ഫോർത്ത് വൺ റെഗുലേറ്റർ ജീൻ. ഒരു റിപ്രസർ പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന ഓപ്പറോണിലെ ഭാഗമാണ് റെഗുലേറ്റർ ജീൻ. റെഗുലേറ്റർ ജീൻ കോഡ് ചെയ്യുന്ന ഈ റിപ്രസർ പ്രോട്ടീൻ ഈ ഓപ്പറോണിലെ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുകയും ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് റെഗുലേറ്റർ ജീനിനെ ഐ ജീൻ അല്ലെങ്കിൽ ഇൻഹിബിറ്ററി ജീൻ എന്നും വിളിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഇൻഡ്യൂസർ. റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യപ്പെടുന്നത് തടയുന്ന സബ്സ്റ്റൻസാണ് ഇൻഡ്യൂസർ.
ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് സ്വിച്ച് ഓൺ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇൻഡ്യൂസർ. ഒരു ഓപ്പറോണിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസായ സ്ട്രക്ചറൽ ജീൻസ്, പ്രൊമോട്ടർ ജീൻ, ഓപ്പറേറ്റർ, റെഗുലേറ്റർ ജീൻ, ഇൻഡ്യൂസർ എന്നീ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. രണ്ട് തരത്തിലുള്ള ഓപ്പറോൺസ് കാണപ്പെടുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ ആൻഡ് സെക്കൻഡ് വൺ റിപ്രസിബിൾ ഓപ്പറോൺ. ആദ്യമായി നമുക്ക് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ എന്താണെന്ന് നോക്കാം. ഇൻഡ്യൂസർ എന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ പ്രസൻസിൽ മാത്രം സ്വിച്ച് ഓൺ ചെയ്യപ്പെടുന്ന ഓപ്പറോൺസ് ആണ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺസ് എന്നറിയപ്പെടുന്നത്. ഇൻഡ്യൂസിബിൾ ഓപ്പറോണിന് എക്സാമ്പിളാണ് ഇക്കോളൈ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ലാക് ഓപ്പറോൺ അല്ലെങ്കിൽ ലാക്ടോസ് ഓപ്പറോൺ. ഇക്കോളൈ ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന ഈ ലാക് ഓപ്പറോൺ അല്ലെങ്കിൽ ലാക്ടോസ് ഓപ്പറോണിൽ ലാക്ടോസ് ആണ് ഇൻഡ്യൂസറായി പ്രവർത്തിക്കുന്നത്. ഈ ലാക് ഓപ്പറോണിലെ കമ്പോണൻസും അവയുടെ ഫങ്ഷൻസുമാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇക്കോളൈ ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന ലാക്ടോസ് ഓപ്പറോണിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സ്ട്രക്ചറൽ ജീനുകളായ ജീൻ Z, ജീൻ Y, ജീൻ A, അതുപോലെ പ്രൊമോട്ടർ റീജിയൻ, ഓപ്പറേറ്റർ റീജിയൻ, റെഗുലേറ്റർ ജീൻ, ഇൻഡ്യൂസറായി പ്രവർത്തിക്കുന്ന ലാക്ടോസ് എന്നിവ. ഈ ഓരോ കമ്പോണൻസിൻ്റെയും ഫങ്ഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്ട്രക്ചറൽ ജീൻസ്. 3 സ്ട്രക്ചറൽ ജീനുകളാണ് ലാക് ഓപ്പറോണിൽ കാണപ്പെടുന്നത്. ജീൻ Z, ജീൻ Y ആൻഡ് ജീൻ A. ഈ സ്ട്രക്ചറൽ ജീനുകളിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്നാണ് ഒരു പോളിസിസ്ട്രോണിക് mRNA ഫോം ചെയ്യുന്നത്. ഈ mRNAയിൽ ട്രാൻസ്ലേഷൻ നടന്നാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഓരോ സ്ട്രക്ചറൽ ജീനിൻ്റെയും ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ജീൻ Z. ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനാണ് ജീൻ Z. ലാക്ടോസിനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസും ഗാലക്ടോസുമാക്കി മാറ്റുന്ന ഈ പ്രവർത്തനം കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ്. ഒരു ഡൈസാക്കറൈഡായ ലാക്ടോസ് മോളിക്യൂളിനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ്, ഗാലക്ടോസ് എന്നീ മോണോസാക്രൈഡുകളാക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ്. സെക്കൻഡ് വൺ ജീൻ Y. പെർമിയേസ് എന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനാണ് ജീൻ Y. ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈംസിനെ ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് പ്രവേശിക്കുന്നതിനായി സെല്ലിൻ്റെ പെർമിയബിലിറ്റി കൂട്ടാൻ സഹായിക്കുന്ന എൻസൈമാണ് പെർമിയേസ്. തേർഡ് വൺ ജീൻ A. ട്രാൻസ് അസറ്റൈലേസ് എന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനാണ് ജീൻ A. ലാക് ഓപ്പറോണിൽ ഇൻഡ്യൂസറായി പ്രവർത്തിക്കുന്ന ലാക്ടോസിൻ്റെ ട്രാൻസ് അസറ്റൈലേഷൻ പ്രോസസ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ട്രാൻസ് അസറ്റൈലേസ്. ലാക് ഓപ്പറോണിലെ നെക്സ്റ്റ് പാർട്ടാണ് പ്രൊമോട്ടർ റീജിയൻ. സ്ട്രക്ചറൽ ജീനുകൾക്ക് അടുത്തായി കാണപ്പെടുന്ന ഈ സീക്വൻസിനെയാണ് പ്രൊമോട്ടർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഓപ്പറോണിലെ സ്ട്രക്ചറൽ ജീൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുന്ന
RNA പോളിമറേസ് എന്ന എൻസൈം ബൈൻഡ് ചെയ്യുന്നത് ഈ പ്രൊമോട്ടർ റീജിയനിലാണ്. നെക്സ്റ്റ്, ഓപ്പറേറ്റർ. പ്രൊമോട്ടർ റീജിയന് അടുത്തായി കാണപ്പെടുന്ന ഈ ഭാഗമാണ് ഓപ്പറേറ്റർ റീജിയൻ എന്നറിയപ്പെടുന്നത്. റെഗുലേറ്റർ ജീനിൻ്റെ പ്രൊഡക്റ്റായ റിപ്രസർ പ്രോട്ടീൻ എല്ലായ്പ്പോഴും ബൈൻഡ് ചെയ്യുന്നത് ഈ ഓപ്പറേറ്റർ റീജിയനിലാണ്. ഒരു ഓപ്പറോണിൻ്റെ സ്വിച്ചായി പ്രവർത്തിക്കുന്ന ഭാഗമാണ് ഓപ്പറേറ്റർ സീക്വൻസ്. ലാക് ഓപ്പറോണിലെ നെക്സ്റ്റ് പാർട്ടാണ് റെഗുലേറ്റർ ജീൻ. റെഗുലേറ്റർ ജീൻ അല്ലെങ്കിൽ ഐ ജീൻ തുടർച്ചയായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് റിപ്രസർ എന്നറിയപ്പെടുന്നത്. റെഗുലേറ്റർ ജീനിൻ്റെ പ്രൊഡക്റ്റായ ഈ റിപ്രസർ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്ത് RNA പോളിമറേസ് എന്ന എൻസൈം സ്ട്രക്ചറൽ ജീനുകളായ ജീൻ Z, ജീൻ Y, ജീൻ A എന്നിവയെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് തടയുന്നു. നെക്സ്റ്റ്, ഇൻഡ്യൂസർ. ലാക്ടോസ് ആണ് ലാക് ഓപ്പറോണിൽ ഇൻഡ്യൂസറായി പ്രവർത്തിക്കുന്നത്. ലാക്ടോസ് എന്ന ഇൻഡ്യൂസർ റിപ്രസർ പ്രോട്ടീനുമായി കൂടിച്ചേർന്ന് ഈ റിപ്രസർ പ്രോട്ടീനെ ഇനാക്ടിവേറ്റ് ചെയ്ത് ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്നത് തടയുന്നു. ഇങ്ങനെ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാത്തത് കാരണം RNA പോളിമറേസ് എന്ന എൻസൈം പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യുകയും സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും ചെയ്യുന്നു. ഇൻഡ്യൂസറായി പ്രവർത്തിക്കുന്ന ഈ ലാക്ടോസ് ആണ് ഈ ലാക് ഓപ്പറോൺ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇക്കോളൈ ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന ലാക് ഓപ്പറോണിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. അടുത്തതായി ഈ ലാക് ഓപ്പറോൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഇക്കോളൈ ബാക്ടീരിയകളെ കൾച്ചർ ചെയ്യുന്ന മീഡിയത്തിൽ ലാക്ടോസ് എന്ന ഡൈസാക്രൈഡ് കാണപ്പെടുന്ന സമയത്ത് മാത്രം ആക്റ്റീവാകുന്ന ഓപ്പറോണാണ് ലാക് ഓപ്പറോൺ അല്ലെങ്കിൽ ലാക്ടോസ് ഓപ്പറോൺ. ഈ സമയത്ത് ഈ ഡൈസാക്രൈഡായ ലാക്ടോസിനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസും ഗാലക്ടോസുമാക്കി മാറ്റാനാണ് ഈ ഓപ്പറോൺ സഹായിക്കുന്നത്. അതേസമയം അവ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് എന്ന ഡൈസാക്രൈഡ് കാണപ്പെടുന്നില്ലെങ്കിൽ അവയ്ക്ക് ഈ ഓപ്പറോൺ സ്വിച്ച് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യമായി ഇൻഡ്യൂസറായി പ്രവർത്തിക്കുന്ന ലാക്ടോസിൻ്റെ ആബ്സെൻസിൽ എങ്ങനെയാണ് ലാക്ടോസ് ഓപ്പറോൺ സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം. ഇതാണ് ഈ ലാക്ടോസ് ഓപ്പറോണിലെ റെഗുലേറ്റർ ജീൻ അല്ലെങ്കിൽ ഐ ജീൻ എന്നറിയപ്പെടുന്ന ഭാഗം. ഈ ഐ ജീനിൻ്റെ പ്രൊമോട്ടറാണ് ഈ കാണുന്ന റീജിയൻ. ഈ സ്ട്രക്ചറൽ ജീനിൻ്റെ പ്രൊമോട്ടറാണ് നമ്മളിവിടെ കാണുന്ന ഈ ഭാഗം. ഈ റെഗുലേറ്റർ ജീനിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ആദ്യമായി ഒരു റിപ്രസർ mRNA ഫോം ചെയ്യുന്നു. പിന്നീട് ഈ റിപ്രസർ mRNAയിൽ ട്രാൻസ്ലേഷൻ നടന്നതിന് ശേഷം ഒരു റിപ്രസർ പ്രോട്ടീൻ ഫോം ചെയ്യുന്നു. ഇതാണ് റെഗുലേറ്റർ ജീനിൻ്റെ പ്രൊഡക്റ്റായ റിപ്രസർ പ്രോട്ടീൻ. ഇൻഡ്യൂസറായി പ്രവർത്തിക്കുന്ന ലാക്ടോസിൻ്റെ ആബ്സെൻസിൽ ഈ റിപ്രസർ പ്രോട്ടീൻ ലാക് ഓപ്പറോണിലെ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്നു. ഈ റിപ്രസർ
ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്നതോടുകൂടി RNA പോളിമറേസ് എൻസൈമിന് ഈ സ്ട്രക്ചറൽ ജീനുകളെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ കഴിയാതെ വരികയും ഈ ജീനുകളുടെ പ്രൊഡക്റ്റായ ബീറ്റ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റൈലേസ് എന്നീ എൻസൈമുകളുടെ നിർമ്മാണം നടക്കാതെ വരികയും ചെയ്യുന്നു. റെഗുലേറ്റർ ജീനിൻ്റെ പ്രൊഡക്റ്റായ ഈ റിപ്രസർ ഈ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്നതോടുകൂടിയാണ് ലാക്ക് ഓപ്പറോൺ സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. അടുത്തതായി നമുക്ക് ഇൻഡ്യൂസറായ ലാക്ടോസിൻ്റെ പ്രസൻസിൽ എങ്ങനെയാണ് ലാക്ക് ഓപ്പറോൺ സ്വിച്ച് ഓൺ ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം. റെഗുലേറ്റർ ജീനായ ഐ ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് ഒരു റിപ്രസർ mRNA ഫോം ചെയ്യുന്നു. പിന്നീട് ഈ റിപ്രസർ mRNAയിൽ ട്രാൻസ്ലേഷൻ നടന്ന് റിപ്രസർ പ്രോട്ടീൻ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ റിപ്രസർ പ്രോട്ടീൻ ഇൻഡ്യൂസറായ ലാക്ടോസുമായി കൂടിച്ചേർന്ന് ഇൻഡ്യൂസർ റിപ്രസർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇൻഡ്യൂസറായി പ്രവർത്തിക്കുന്ന ഈ ലാക്ടോസ് ഈ റിപ്രസറുമായി കൂടിച്ചേരുന്നതോടുകൂടി ഈ റിപ്രസർ ഇനാക്റ്റീവായി മാറുകയും ഈ റിപ്രസർ പ്രോട്ടീനിനെ ഈ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. അതോടുകൂടി ഈ ഓപ്പറേറ്റർ റീജിയൻ ഫ്രീ ആവുകയും പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്ന RNA പോളിമറേസ് എൻസൈം ഈ 3 സ്ട്രക്ചറൽ ജീനുകളെയും ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. ഈ സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതോടുകൂടി ആദ്യം ഒരു പോളിസിസ്ട്രോണിക് mRNA ഫോം ചെയ്യുന്നു. പിന്നീട് ഈ mRNAയിൽ ട്രാൻസ്ലേഷൻ നടന്ന് 3 എൻസൈമുകളുടെ നിർമ്മാണം നടക്കുന്നു. ഈ പോളിസിസ്ട്രോണിക് mRNAയിൽ ട്രാൻസ്ലേഷൻ നടക്കുന്നതോടുകൂടി സെഡ് ജീൻ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന എൻസൈമും Y ജീൻ പെർമിയേസ് എന്ന എൻസൈമും A ജീൻ ട്രാൻസ് അസറ്റൈലേസ് എന്ന എൻസൈമും നിർമ്മിക്കുന്നു. ഈ 3 എൻസൈമുകളുടെയും സഹായത്തോടുകൂടി ലാക്ടോസിനെ വിഘടിപ്പിക്കുകയും ലാക്ടോസ് വിഘടിച്ചുണ്ടാവുന്ന ഗ്ലൂക്കോസ്, ഗാലക്ടോസ് എന്നിവ ഇക്കോളൈ ബാക്ടീരിയ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ മാത്രം സ്വിച്ച് ഓൺ ചെയ്യപ്പെടുന്ന ഒരു ഓപ്പറോണാണ് ലാക്ക് ഓപ്പറോൺ അല്ലെങ്കിൽ ലാക്ടോസ് ഓപ്പറോൺ. ഇത്രയുമാണ് ലാക്ക് ഓപ്പറോണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അവയുടെ പ്രവർത്തന രീതിയും. നേരത്തെ നമ്മൾ 2 തരത്തിലുള്ള ഓപ്പറോൺസ് കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ ആൻഡ് റിപ്രസിബിൾ ഓപ്പറോൺ. ഇക്കോളൈ ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന ലാക്ക് ഓപ്പറോൺ ഒരു ഇൻഡ്യൂസിബിൾ ഓപ്പറോണിന് എക്സാമ്പിളായിരുന്നു. അടുത്തതായി നമ്മൾ ഒരു റിപ്രസിബിൾ ഓപ്പറോണാണ് പരിചയപ്പെടാൻ പോകുന്നത്. റിപ്രസിബിൾ ഓപ്പറോണിന് എക്സാമ്പിളാണ് ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ. ഒരു ഓപ്പറോണിലെ ഓപ്പറേറ്റർ ജീനിനെ ഒരു കോംപ്ലക്സ് റിപ്രസർ ഫോം ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഈ ഓപ്പറോണിലെ റെഗുലേറ്റർ ജീനിൽ നിന്നും ഫോം ചെയ്യുന്ന അപ്പോ റിപ്രസറും അതുപോലെ ഈ ഓപ്പറോണിലെ അനബോളിക് പാത്വേയുടെ പ്രൊഡക്റ്റായ കോ റിപ്രസറും ചേർന്നാണ് ഈ കോംപ്ലക്സ് റിപ്രസർ ഫോം ചെയ്യുന്നത്.
ഒരു റിപ്രസിബിൾ ഓപ്പറോൺ സിസ്റ്റം സാധാരണയായി എല്ലായ്പ്പോഴും ആക്റ്റീവായിരിക്കും. പക്ഷേ സെല്ലിന് ആ മെറ്റബോളൈറ്റ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ലാതിരിക്കുന്ന സമയത്ത് ഈ ഓപ്പറോൺ സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യും. ഒരു റിപ്രസിബിൾ ഓപ്പറോണായ ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി കോ റിപ്രസറായി പ്രവർത്തിക്കുന്ന ട്രിപ്റ്റോഫാൻ്റെ ആബ്സെൻസിൽ എങ്ങനെയാണ് ഈ ഓപ്പറോൺ സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി ട്രിപ്റ്റോഫാൻ ഓപ്പറോണിലെ റെഗുലേറ്റർ ജീനിൽ നിന്നും അപ്പോ റിപ്രസറിൻ്റെ നിർമ്മാണം നടക്കുന്നു. ട്രിപ്റ്റോഫാൻ എന്ന കോ റിപ്രസർ ആബ്സെൻ്റ് ആയത് കാരണം ഈ അപ്പോ റിപ്രസർ ഇനാക്റ്റീവ് റിപ്രസർ ആയിരിക്കും. ഈ ഇനാക്റ്റീവ് റിപ്രസറിന് ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കാത്തത് കാരണം സ്ട്രക്ചറൽ ജീനുകളുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും എൻസൈം സിന്തസിസ് നടക്കുകയും ചെയ്യുന്നു. കോ റിപ്രസർ അപ്പോ റിപ്രസറുമായി കൂടിച്ചേർന്ന് കോംപ്ലക്സ് റിപ്രസർ ഫോം ചെയ്യാത്തത് കാരണം ഈ ഓപ്പറോൺ സ്വിച്ച്ഡ് ഓൺ ആയി നിലനിൽക്കുന്നു. അടുത്തതായി കോ റിപ്രസറായ ട്രിപ്റ്റോഫാൻ്റെ പ്രസൻസിൽ ഈ ഓപ്പറോൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി റെഗുലേറ്റർ ജീനിൽ നിന്നും ഒരു ഇനാക്റ്റീവ് റിപ്രസർ ഫോം ചെയ്യുന്നു. ഈ ഇനാക്റ്റീവ് റിപ്രസർ കോ റിപ്രസറുമായി കൂടിച്ചേർന്ന് ആക്റ്റീവ് റിപ്രസറായി മാറുന്നു. ഈ ആക്റ്റീവ് റിപ്രസർ ഓപ്പറേറ്റർ ജീനിൽ ബൈൻഡ് ചെയ്യുന്നതോടുകൂടി ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയ നടക്കാതെ വരികയും സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ ആക്റ്റീവ് റിപ്രസർ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്നതോടുകൂടി ട്രിപ്റ്റോഫാൻ ഓപ്പറോണിലെ സ്ട്രക്ചറൽ ജീനുകളായ TRP A, B, C, D, E എന്നീ 5 സ്ട്രക്ചറൽ ജീനുകളും എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നത് കാരണം എൻസൈമിൻ്റെ സിന്തസിസ് നടക്കാതെ വരുന്നു. ഈ രീതിയിലാണ് ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ സ്വിച്ച്ഡ് ഓഫ് ചെയ്യപ്പെടുന്നത്. ഇൻഡ്യൂസിബിൾ ഓപ്പറോണായ ലാക് ഓപ്പറോണിനെ കുറിച്ചും റിപ്രസിബിൾ ഓപ്പറോണായ ട്രിപ്റ്റോഫാൻ ഓപ്പറോണിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് പാർട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.